പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ നല്ല കർത്താവിനെ കരങ്ങളെ ഉയർത്തി എന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആർക്കും സന്തോഷമില്ല എന്ന് തോന്നുന്നു? ആമേൻ. എല്ലാ ഞായറാഴ്ചയും വൈകുന്നേര സമയമാകുമ്പോൾ എല്ലാവരുടെയും സന്തോഷം ആമേൻ ആരൊക്കെയോ തട്ടിക്കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സന്തോഷത്തോടെ ആ നല്ല കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ എല്ലാവരുടെയും ചിരി ഞാൻ കാണട്ടെ. ആമേൻ. ആമേൻ. ഇനിയും ചിരിക്കാത്തവരുണ്ട്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാവരും വന്ന് ചിരിച്ച് സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനെ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ആമേൻ ഈ 6ാമത്തെ ദിവസം, ആമേൻ, 26ാമത്തെ ദിവസം, ആമേൻ, നമ്മുടെ സഭയുടെ ഉപവാസ പ്രാർത്ഥന 3ാമത്തെ ദിവസം. കഴിഞ്ഞ 3 ദിവസമായി ദൈവസന്നിധിയിൽ കഠിനമായി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവപാദപീഠത്തിലായിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം അവസരം നൽകി. ആമേൻ. ഉപവസിക്കുന്ന ഞങ്ങൾക്ക് ക്ഷീണമില്ല, പക്ഷേ ഉപവാസം ആമേൻ ആമേൻ അല്ലാത്തവർക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. സ്പെഷ്യലായിട്ടുള്ള ആമേൻ എല്ലാ എനർജി ബൂസ്റ്റും തന്ന് നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ മേൽ ആമേൻ കത്തപ്പെടുന്ന ആ ഒരു ആമേൻ എന്താ പറയുക, ആമേൻ, ദൈവം തരുന്ന ഒരു ഭയങ്കര ഭോജനമുണ്ട്. അത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ശക്തി ആമേൻ ഇന്ന് പകലിൽ ആമേൻ നിങ്ങൾക്കും കർത്താവ് നൽകി മാനിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആമേൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, ദൈവാത്മാവ് സംസാരിക്കുന്നത് കേൾക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ആമേൻ ദൈവസന്നിധിയിൽ ദൈവപാദപീഠത്തിലായിരുന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാരേ ദിനവും യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാരേ സ്നേഹ
Praise the Lord. Hallelujah. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി കർത്താവിനെ ആമേൻ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പാടി പാടി ഒരു ശീലമായതുകൊണ്ട് പാടാതെ പ്രസംഗിക്കുന്നതിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെൻ്റെ ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ എന്ന് പറയാം. ആമേൻ. എനിക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുക ഒരു ഭയങ്കര ആത്മീക പ്രചോദനമാണ്. ഒരു വരിയെങ്കിലും പാടിയില്ലെങ്കിൽ ആമേൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആമേൻ എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ആമേൻ പാട്ട് കേട്ട് ആമേൻ സന്തോഷിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത്. ആമേൻ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി ആ നല്ല കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. ഉപവാസ പ്രാർത്ഥനയുടെ ആമേൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുന്ന 26 ദിവസവും നിങ്ങളുടെ മധ്യ ഒരുമിച്ചായിരിക്കാൻ വളരെ സന്തോഷത്തോടെ വളരെ അനുഗ്രഹത്തോടെ ദൈവപാദപീഠത്തിലായിരിക്കാൻ സ്വർഗം എൻ്റെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യ പദവി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആമേൻ പറയുന്നത് പോലെ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ. ഈ ലോകത്ത് പറയുവാൻ ആമേൻ പറ്റിയതായി യാതൊരുവിധ യോഗ്യതകളോ ശ്രേഷ്ഠതകളോ മഹിമകളോ ഇല്ലാത്ത എന്നെ തേടി ആ കാൽവരി ക്രൂശിലെ സ്നേഹം ആമേൻ വന്നതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ നിങ്ങളുമായി ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് നൽകിയ സ്നേഹത്തെ കർത്താവ് നൽകിയ നല്ല വിടുതലിനെ നിങ്ങളുമായി ഘോഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരം നൽകി. ആമേൻ. ഇതുപോലെ ആമേൻ കർത്താവിനെ സ്തുതിപ്പാനും ദൈവത്തിൻ്റെ വചനം ആമേൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ആമേൻ നിങ്ങളുടെ കുടുംബത്തിനകത്ത് അനുഭവിക്കുന്ന നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരെ ആമേൻ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ ആമേൻ ആശ്വാസം പറഞ്ഞു കൊടുക്കുവാൻ സ്വർഗം നിങ്ങളെയും ആമേൻ ഇതുപോലെ കർത്താവ് കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആമേൻ ഞാനിവിടെ ഇരിക്കുമ്പോൾ ആമേൻ ജിത്തുവിൻ്റെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പരിശുദ്ധാത്മാവ് അവിടെ ഇരുന്നപ്പോൾ എന്നോട് കർത്താവ് സംസാരിച്ചത് ഇതാ. ആമേൻ 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 ഇനിയും ആമേൻ കുറച്ചു പേരെ ആമേൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കി കർത്താവ് തിരഞ്ഞെടുക്കുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ എന്നോട് കർത്താവ് സംസാരിച്ചത് ആമേൻ വ്യക്തമായി എന്നോട് കർത്താവ് സംസാരിച്ചതാ. ആമേൻ ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് ആരോടെങ്കിലും ആമേൻ എന്നെ മനുഷ്യനെ പിടിക്കുവാൻ കർത്താവ് വിളിച്ചിട്ടുണ്ടെന്ന് ഒരു തോന്നൽ കർത്താവ് ദർശനത്തിലൂടെയോ വെളിപ്പാടിലൂടെയോ ദൈവവചനത്തിലൂടെയോ ഒരു ആമേൻ ആമേൻ ഒരു ഇൻസ്പിറേഷൻ തന്നാൽ ഏറ്റെടുത്ത് ആമേൻ ഇറങ്ങിക്കൊള്ളണം. കാരണം ആമേൻ കർത്താവ് ഇറങ്ങാൻ പറയുന്ന സമയത്ത് ഇറങ്ങിയില്ലെങ്കിൽ ആമേൻ നമ്മളെയൊക്കെ പോലെ കുറേ ആമേൻ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വേദനയും നഷ്ടവും ആമേൻ ദാരിദ്ര്യങ്ങളും കണ്ണുനീരും ഒക്കെ അനുഭവിച്ചിട്ട് ആമേൻ അവിടെ കിടന്ന് അയ്യം വിളിച്ച് കർത്താവെ ഞാൻ സറണ്ടറായി കൊള്ളാം എന്ന് പറഞ്ഞ് സമർപ്പിച്ചു വരേണ്ടി വരും. അതിനേക്കാൾ ആമേൻ വളരെ സന്തോഷത്തോടു കൂടെ ആമേൻ ശുശ്രൂഷിപ്പാൻ അല്ലെങ്കിൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാൻ. ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് നിങ്ങൾ ആമേൻ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കണം എന്നുള്ളത് മാത്രമല്ല. ആമേൻ ആമേൻ നമ്മൾ ചിലപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റൽ വരാന്തയിൽ നമ്മൾ നിൽക്കുമ്പോഴായിരിക്കാം. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നവരാ. ചിലപ്പോൾ നമ്മളൊരു രോഗം വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു. ഒന്നുകിൽ നമ്മുടെ കുഞ്ഞിനാകാം, അല്ലെങ്കിൽ നമുക്കായിരിക്കാം. ആമേൻ നമ്മളൊരു രോഗമായി ഒരു ഹോസ്പിറ്റൽ വരാന്തയിൽ പോകുന്നു. നാനാവിധ പ്രശ്നമുള്ള വിവിധ തരത്തിലുള്ള വ്യക്തികൾ ആമേൻ നമ്മുടെ ചുറ്റിലും ഉണ്ടായിരിക്കാം. ആമേൻ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് ആമേൻ ആമേൻ എൻ്റെ കുടുംബത്തിനകത്ത് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, അവർ പറയുന്ന സങ്കടത്തിൽ 10 കൂടെ കയ്യിലിട്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കുറ്റം പറയാതെ നിങ്ങൾ ചെയ്യുവാനുള്ളത് ആ സഹോദരി അല്ലെങ്കിൽ സഹോദര, ഞാനും ഇതുപോലൊരു പ്രശ്നത്തിൽ കൂടെ കടന്നുപോയി, ഇതുപോലൊരു ഭാരത്തിൽ കൂടെ കടന്നുപോയി. പക്ഷേ ഒരു ലോകത്തിനും എന്നെ ആമേൻ ആശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ആമേൻ ഒരു മനുഷ്യനും എനിക്ക് വേണ്ടി ആമേൻ സഹായം നൽകുവാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ സ്ഥാനത്ത് എന്നെ തേടി വന്നൊരു സ്നേഹമുണ്ട്. ആമേൻ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശു. ആമേൻ ആ യേശുവിനെ എനിക്ക് നിങ്ങൾക്ക് പകർന്നു നൽകുവാൻ കഴിയും. ആമേൻ ഇതാ മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ആമേൻ നിങ്ങൾ വളരെ ആമേൻ ഈ ദിവസങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കുക. എവിടെ കൂടെയാണ് സുവിശേഷത്തിൻ്റെ വിത്ത് ആമേൻ ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് നമ്മളിലൂടെ കേൾക്കുന്ന. അപ്പോൾ ഞാൻ പറയാം ആമേൻ ചിലപ്പോൾ ആമേൻ നിങ്ങൾക്ക് വചന
വചനത്തിലൂടെ പറഞ്ഞ് ആമേൻ അവരെ ഫലിപ്പിക്കാനോ അല്ലെങ്കിൽ അവരോട് സുവിശേഷം അറിയിക്കുവാനോ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? നിങ്ങളുടെ അനുഭവം അവരുമായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ ഒരു നല്ല വാക്ക്, ആമേൻ, നിങ്ങളുടെ ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് അവരെ എന്തിന് കാരണമാക്കി തീർക്കും? അവരുടെ ഹൃദയത്തിന് വലിയ ആശ്വാസം കണ്ടെത്തുന്നതിന് കാരണമാക്കി തീർക്കും. അങ്ങനെ ഈ ദിവസങ്ങൾ ഒരുങ്ങുവാൻ നിങ്ങൾ തയ്യാറായി വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ഇന്ന് ആമേൻ വൈകി വേളയിലും അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, 27-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട്. ഒരിക്കൽ കൂടി പറയട്ടെ, ആമേൻ. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ കർത്താവ് സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് പകലിലും ആമേൻ ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ആമേൻ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ കർത്താവിന് കഴിയാത്തതായി യാതൊരു വിഷയവുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളോട് ചോദിച്ചാലും, ആമേൻ, ആമേൻ, എൻ്റെ ശബ്ദം കേൾക്കുന്ന, ആമേൻ, ഈ ആമേൻ വീഡിയോയിലൂടെ, ആമേൻ, ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന പ്രിയ കുടുംബങ്ങളെ, ആമേൻ, നിങ്ങൾക്കും പറയുവാൻ കഴിയും, ആമേൻ, എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. കാരണം നമ്മൾ ഫേസ് ചെയ്തു വന്ന പ്രശ്നങ്ങളെ നോക്കിയാൽ, നമ്മൾ അഭിമുഖീകരിച്ചു വന്ന ആമേൻ ദിവസങ്ങൾ, നമ്മുടെ കഷ്ടതയുടെ ദിവസങ്ങളെ നോക്കിയാൽ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. നമ്മുടെ കുടുംബം നമ്മളോടൊപ്പം ഉള്ളത് തന്നെ വലിയ അത്ഭുതമാണ്. ആമേൻ. ഒത്തിരി നാളുകൾക്ക് മുമ്പേ പിശാച് നമ്മുടെ കുടുംബങ്ങളെ വലിച്ചു കീറുവാൻ പദ്ധതി ഒരുക്കിയപ്പോൾ, നമ്മുടെ കുടുംബത്തിൻ്റെ അംഗങ്ങളെ കുറച്ചു കളയുവാൻ പിശാച് പദ്ധതി ഒരുക്കിയപ്പോൾ, ആമേൻ, അവിടെയൊന്നും തകരാൻ അനുവദിക്കാതെ വണ്ണം, ആമേൻ, മറുവിലയായി ജീവനെ തന്ന്, ആമേൻ, നമ്മുടെ ആമേൻ ആയുസ്സിനെ തന്ന്, നമുക്ക് ആരോഗ്യത്തെ തന്ന്, സന്തോഷത്തെ തന്ന്, സമാധാനത്തെ തന്ന്, നമ്മളെ ആ ചോർത്ത് പിടിച്ചൊരു ക്രിസ്തുവിലെ ക്രൂശിലെ സ്നേഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവത്തിന് കഴിയാത്തതായി ഒരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ലോകം പറയും, ആമേൻ, ആമേൻ, നീ നശിച്ചു പോകും, ആമേൻ, നീ പ്രയോജനമില്ലാത്തവനായി തീരും, നീ പ്രയോജനമില്ലാത്തവളായി തീരും, നിന്റെ ജീവിതം കൊണ്ടൊരർത്ഥവുമില്ല, നീ എന്നും ഇങ്ങനെ ജീവിക്കത്തുള്ളൂ. എനിക്കറിയത്തില്ല എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരോ, ആമേൻ, എനിക്ക് വ്യക്തിപരമായി എനിക്കറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുവാൻ പറയുന്നു, കുടുംബ ജീവിതത്തിൻ്റെ തകർച്ചയുടെ ആമേൻ അങ്ങേയറ്റം എത്തി, ആമേൻ, മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്ന ആമേൻ ഒരു സഹോദരി, ആമേൻ, നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് ആമേൻ വൈകിവേളയിൽ പറയുന്നൊരു ദൂത, ലോകം പറയും നിന്നെ ഇനി ഭർത്താവ് വിളിച്ചുകൊണ്ട് പോകത്തില്ല, അവനെ കൊണ്ട് നിനക്ക് 10 പൈസയുടെ ഗുണമില്ല, ആമേൻ, അവന് തന്നെ വേണ്ട, ആമേൻ, ലോകം പറഞ്ഞു നിന്നെ കൈയൊഴിയുന്നുണ്ട്. ഇന്ന് പകലിൽ ആമേൻ ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ, എൻ്റെ കർത്താവിന് കഴിയാത്തതായി ഒരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവത്തിന് അസാധ്യമെന്ന് പറയുവാൻ, എൻ്റെ ദൈവത്തിന് ആമേൻ നോ എന്ന് പറയുവാൻ, നീ ചോദിക്കുന്ന ആമേൻ ഒരു ചോദ്യത്തിന്, നിന്റെ ആവശ്യത്തിന്, പ്രൈസ് ദി ലോർഡ്, നോ എന്നൊരു വാക്ക് സ്വർഗത്തിൻ്റെ ആമേൻ അപ്പൻ്റെ കയ്യിലില്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അത് ഏത് വിഷയമാകട്ടെ, ആമേൻ, നിങ്ങൾ ഏത് വിഷയത്തിൻ്റെ മധ്യേ തകർന്നും നുറുങ്ങിയും ഭാരപ്പെട്ടും വേദനപ്പെട്ടും, ആമേൻ, നീ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ചോദിച്ചാൽ മതി, അതിനുള്ള മറുപടി കർത്താവ് നിനക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. ഫോർ എക്സാമ്പിൾ, ആമേൻ, ഞാൻ പറയട്ടെ, ആമേൻ, യാക്കോബ്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഇസ്ഹാക്കിൽ നിന്ന് ആമേൻ, ആമേൻ, അനുഗ്രഹവും തട്ടിപ്പറിച്ച് അപ്പനെ കബളിപ്പിച്ച് ജ്യേഷ്ഠനെ കബളിപ്പിച്ച് ആദ്യം അവൻ ജ്യേഷ്ഠാവകാശം കവർന്നെടുത്തു. ആമേൻ, എന്തിനു വേണ്ടിയാ? ആമേൻ, ആമേൻ, പായസത്തിന് വേണ്ടി. ആമേൻ, പായസത്തിന്റെ പേരും പറഞ്ഞ് ജ്യേഷ്ഠാവകാശം തട്ടിപ്പറിച്ചു. ആമേൻ, അവിടെയും വിട്ടില്ല, 2 അമ്മ കൂടി കൂട്ടുനിന്ന്, ആമേൻ, 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 ജ്യേഷ്ഠന് കിട്ടേണ്ട ആമേൻ ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ, ആമേൻ, ആമേൻ, യാക്കോബ് തട്ടിപ്പറിച്ച്, ആമേൻ, എവിടേക്ക് പോവുകയാണ്? അമ്മായിയപ്പന്റെ ഭവനത്തിൽ. ആമേൻ, മാതാവ് അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നീ ഇവിടെ നിന്ന് എവിടെ പോണം? ആമേൻ, ലാബാന്റെ വീട്ടിൽ പോയാൽ, ആമേൻ, നിന്നെ അവിടെ വന്ന് ആരും ഒന്നും ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. നീ അവിടെയാണെന്ന് പോലും അറിയത്തില്ല. നീ ഇവിടെ നിന്ന്
സ്ഥലം കാലിയാക്കിക്കോ. നമുക്കവിടെ കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്കവിടെ എനിക്ക് തോന്നുന്നു 28 അധ്യായങ്ങളിലായിരിക്കാം നമുക്കവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. യാക്കോബ് ഓടി. യാക്കോബ് പോകുന്ന സ്ഥലത്തൊക്കെ യാക്കോബ് എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ യാത്രയിൽ നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണം. എനിക്ക് വഴിയിൽ വേണ്ടതെല്ലാം എനിക്ക് കിടക്കുവാനുള്ള സൗകര്യം, എനിക്ക് കഴിക്കാനുള്ളത്, എൻ്റെ യാത്രയെ സുഖമാക്കുവാൻ രാത്രികളിൽ യാത്ര ചെയ്യുമ്പോൾ കടിച്ചു കീറുന്ന വന്യമൃഗങ്ങളുണ്ട്. ഭയപ്പെടുന്ന ഇഴജന്തുക്കളുണ്ട്. ആക്രമിക്കുന്ന കൊള്ളക്കാർ കാണും. ഹല്ലേലൂയ. കാരണം വലിയൊരു അഭിഷേകവും വലിയൊരു വാഗ്ദത്തവും തട്ടിപ്പറിച്ച് യാക്കോബ് ഓടുന്നത്. അവന് ഉള്ളിനകത്തൊരു ദൈവഭയം ഉണ്ടായിരുന്നു. എൻ്റെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. ഞാൻ ചെയ്തത് തെറ്റാ. ഞാൻ ജ്യേഷ്ഠാവകാശവും തട്ടിപ്പറിച്ചു. ജ്യേഷ്ഠന് കിട്ടേണ്ടതും കൂടെ തട്ടിപ്പറിച്ചാ ഞാൻ ഓടുന്നത്. അവിടെയും യാക്കോബിന് അറിയാമായിരുന്നു ഞാൻ ചെയ്തത് തെറ്റാ. പക്ഷെ എൻ്റെ കുറവിനെ ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞു. നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരുന്ന് എനിക്ക് വേണ്ടത് നൽകി എന്നെ എൻ്റെ അമ്മായിയപ്പൻ്റെ ഭവനത്തിൽ അയച്ച് എനിക്കൊരു ദോഷവും വരാതെ ഹല്ലേലൂയ ഞാൻ മടങ്ങി വരുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. ദൈവത്തിന് അറിയാം നീ നിൽക്കുമോ ഇല്ലയോ. ദൈവത്തിന് അറിയാം നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നത് ശരിയായിട്ടാണോ അതോ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി മാത്രമായിട്ടാണോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ അത് സ്വന്തമായി വിവേചിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ഞങ്ങൾ വാരി എറിയുന്നുണ്ട്. പക്ഷെ അത് ഏറ്റെടുക്കേണ്ടതും ഉറച്ചു നിൽക്കേണ്ടതും ഞാനല്ല, ഏറ്റെടുക്കുന്ന നിങ്ങളാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദൂത് കേൾക്കുന്ന നിങ്ങളാ. ഞാൻ പ്രസംഗിക്കുമ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ ദൂത് ഞാൻ ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. അത് എൻ്റെ ജീവിതത്തിനകത്ത് നാളെ അത് 30, 60, 100 മേനിയായി ഞാനത് കൊയ്തെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗ്ഗം എനിക്കത് കൊയ്തു തരും. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിന് അറിയാമായിരുന്നു ഞാൻ ഈ പോകുന്ന യാത്രയിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് കർത്താവ് നടത്തുമെങ്കിൽ അവൻ പറഞ്ഞൊരു തീരുമാനം ഇത്, അവൻ ദൈവസന്നിധിയിൽ എടുത്തൊരു ഉടമ്പടി ഇതാണ്, നേർച്ച ഇതാണ്. തിരികെ മടങ്ങി വരുമ്പോൾ ഞാനിവിടെ നാട്ടിയിരിക്കുന്ന ഈ കല്ലിനെ ഞാനിവിടെ ഒരു ആലയമായി പണിയും. ഞാനൊരു യാഗപീഠം അവിടെ പണിയുവാനിടയായി തീരും. അവനത് പണിയുവാൻ തീരുമാനമെടുത്തത് ചുമ്മയല്ല. അവൻ ആ തലയിണയിൽ തല വെച്ച് കിടക്കുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കേണ്ട ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അവിടെ. കാരണം ആ കല്ലിന്മേൽ കിടന്നപ്പോഴാ, ആ ഭൂമിയിൽ കിടന്നപ്പോഴാ ദൈവം അവന്റെ ഹൃദയത്തിനകത്ത് ദർശനത്തെ നൽകിയത്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വെച്ചിരിക്കുന്ന ഒരു ഗോവണി, അതിന്മേൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകലിൽ ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയട്ടെ. ദൈവം നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിലെ അപ്പൻ നിങ്ങളോട് എന്തെങ്കിലും ദർശനത്തിലൂടെ സംസാരിച്ചുവെങ്കിൽ ചെയ്യാൻ മടിക്കരുത്, ചെയ്യാൻ മടിക്കരുത്. തീരുമാനമെടുത്തോ, തീരുമാനമെടുത്തോ, തീരുമാനമെടുത്തോ. ദൈവം നിന്നോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, സ്വർഗം നിന്നെ എന്തെങ്കിലും ദർശനത്തിലൂടെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ നിന്നെ തീരുമാനിച്ചിറങ്ങിക്കോ. വൈശ്വമന അത്തനഘടക ശബ്ദനാരകൾ പ്രൗഢവന ദൈവത്തിന് അറിയാമായിരുന്നു ഞാൻ ആ ദർശനം അവന്റെ ഹൃദയത്തിനകത്ത് കൊടുത്താൽ അവൻ അതിന് അത് കൃത്യമായി ചെയ്യുന്നൊരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിലും ഞാൻ പറയട്ടെ, മക്കളെ തരുമ്പോൾ ഹല്ലേലൂയ, ഊനും കുരുടുമുള്ളതല്ല കർത്താവിന് വേണ്ടത്. ഊനും കുരുടും വരുന്നതിന് മുമ്പേ ഉദരത്തിൽ വഹിക്കുമ്പോഴേ ചിലതിനൊക്കെ തീരുമാനമെടുത്തോ, ചിലതൊക്കെ ഉദരത്തിനകത്ത് കിടക്കുന്നത് വാഗ്ദത്ത സന്തതിയാ. അവൻ എന്റെ ശബ്ദം കേൾക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ ഉദരത്തിനകത്ത് കിടക്കുന്നത് വാഗ്ദത്തത്തിന്റെ സന്തതിയാ. ഹല്ലേലൂയ. നീ വാഗ്ദത്തമായി ചോദിച്ചു മേടിച്ചതാ. ഇന്ന് രാത്രിയിൽ ഇന്ന് വൈകുമ്പോൾ ഞാൻ പറയട്ടെ, നീ ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാക്. പുറത്ത് വന്ന് ഊനമുണ്ടെങ്കിൽ മാത്രം ദൈവത്തിന് എന്നല്ല,
അവൻ ഉദരത്തിലായിരിക്കുമ്പോഴേ സമർപ്പിക്കുവാൻ അവൻ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അത് ദൂതായി ആമേൻ നാളെ ഇതിന്റെ കമന്റ് ബോക്സിൽ സ്വർഗ്ഗം അത് ആമേൻ വിളിച്ചു പറയുന്നതിന് കാരണമാക്കി തീർക്കും. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. നീ ആമേൻ സാക്ഷ്യമായി നിന്റെ ജീവിതത്തിനകത്ത് സ്വർഗ്ഗം നിന്റെ തലമുറയെ വാഗ്ദത്തത്തെ ആമേൻ അത്ഭുതമാക്കി പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ചിലപ്പോൾ മാതാവായിരിക്കും കരയുന്നത്, ചിലപ്പോൾ പിതാവായിരിക്കും കരയുന്നത്, ചിലപ്പോൾ സഭാപാസ്റ്ററായിരിക്കും കരയുന്നത്, ചിലപ്പോൾ കൂടപ്പിറപ്പുകളായിരിക്കും കരയുന്നത്. ആമേൻ വാഗ്ദത്തം കിടക്കുന്ന നിനക്ക് വേണ്ടി ആമേൻ ചങ്കുപൊട്ടി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥ വഹിപ്പാനും സഭയുണ്ടെങ്കിലും കുടുംബമുണ്ടെങ്കിലും ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയട്ടെ, യാക്കോബിന് ഒരു അനർത്ഥവും വരാതെ വണ്ണം തിരികെ അവന്റെ ഭവനത്തിലേക്ക് മടക്കി വരുത്തി യേശാവുമായി ഒരുമിച്ച് സന്തോഷത്തോടെ വിരുന്ന് കഴിക്കുവാൻ ദൈവം അവസരം ഒരുക്കിയെങ്കിൽ ആമേൻ അവൻ കല്ലായി നാട്ടിയ ആമേൻ ആമേൻ ആ സ്ഥലത്ത് ലൂസിനെ റമാന ശിയാന്തര ഒരു ബദലാക്കി കർത്താവ് മാറ്റിയെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് വൈകിയവളിൽ ചില കുടുംബങ്ങളോട് വ്യക്തമായി ദൂത് പറയുന്നു. ആമേൻ ചില ലൂസുകളെ അവൻ അനുഗ്രഹിക്കപ്പെട്ട ബദലാക്കി ജൂഡബബ റമാന ശിയാന്തനെ വൈശവന ഹടക ശിയാന്തനെ അഥനഘടക ശബ്ദനാരകൾ പ്രൗഢവന ചില ഭവനത്തിന്റെ അങ്കണങ്ങൾ ചില പ്രത്യേകമായ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്ന ഭവനമാക്കി ജൂഡവന അർത്ഥന വൈശ ഹദ രഗശിയാംധനെ രമന രഗശിയാംധന ദുരാജകൾ പ്രൗഢവന അന്തരഘടക ശബ്ദന രഗൽ പ്രൗഢവരഗതരഘടകശി. ആമേൻ. എനിക്കറിയത്തില്ല, ആമേൻ ഈ ദൂത് പരിമാറുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ഇപ്രകാരം പറയുവാൻ പറയുന്നു. ആമേൻ ഒരു കുടുംബം വളരെ പ്രാർത്ഥനയോടെയാ ഒരു ഭവനം ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചത്. അന്ന് പറഞ്ഞൊരു ആമേൻ തീരുമാനം ഇതാ, ഇത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഭവനം, ഇത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഭവനം. ആമേൻ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറക്കുവാൻ കഴിയാതവണ്ണം ലോകത്തിന്റെ പദ്ധതിക്കകത്ത് കിടക്കുമ്പോൾ ആമേൻ പ്രിയ മാതാവേ, നീ എന്ത് തീരുമാനമെടുത്ത് ആ ഭവനം പണിഞ്ഞുവോ, നീ ഇല്ലായ്മയിൽ കരഞ്ഞ് ദൈവം നിനക്ക് തന്നോ, അതിനെ പരിശുദ്ധാത്മാവ് ബദലാക്കുവാൻ പോകുകയാ. റമന ശിയാംദന ആൽഗപ്രൗഢവ രഗതനഘടക ശംധാരകന അർത്ഥനെ രഖേ ശിയാംഖാന വൈഡവന ദുരാജകൽക്കടകശി. നിന്റെ ഭവനത്തെ അവന്റെ ബദലായുള്ള തിരഞ്ഞെടുപ്പിലേക്ക് ചൂടാമന അന്തരഘടക ശംധനാരകൾ പ്രൗഢവന അർത്ഥനക ശിയാംധനെ. ആമേൻ ഈ ശബ്ദം കേൾക്കുമ്പോൾ ആമേൻ 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 ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയമാതാവേ നീ കരയുന്നുണ്ട്. ആമേൻ നീ കരയുന്നുണ്ട്. ആമേൻ നിന്നോട് പറയുന്ന ദൂതത ആമേൻ കരയുവാൻ നിനക്ക് രണ്ട് കണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ ശക്തിയോടെ നീ കരഞ്ഞോ. നിന്റെ ഭവനം ബദലായി മാറുവാൻ പോകുന്നു. നിന്റെ ഭവനം ബദലായി മാറുവാൻ പോകുന്നു. ദൈവം വസിക്കുന്ന ഭവനമായി. കള്ളുകുടിയൻ വസിക്കുന്ന ഭവനമല്ല, വ്യഭിചാരി വസിക്കുന്ന ഭവനമല്ല, മയക്കുമരുന്നിന് ഉപയോഗിക്കുന്ന ആമേൻ വ്യക്തി കിടക്കുന്ന സ്ഥലമല്ല. യാക്കോബേ, അവൻ ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ചില യാക്കോബുമാർ പുറത്തു വരുവാൻ പോകുന്നു. അവിശക്ത യാക്കോബുമാർ എന്റെ ദൈവത്തിന്റെ കൈ ഇപ്പോഴും കുറുകി പോയിട്ടില്ല. നിന്റെ വിഷയത്തിനുള്ള മറുപടിക്ക് വേണ്ടി, നിന്റെ വിഷയത്തിനുള്ള മറുപടിക്ക് വേണ്ടി സ്വർഗം ഇതാ നിനക്ക് വേണ്ടി തുറക്കുവാൻ പോകുന്നു. അവൻ എനിക്കറിയത്തില്ല എന്തിനാ ഈ ദൂത് ഇവിടെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ പ്രസംഗിക്കുവാൻ വന്നത് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 18:1 മുതൽ ചില ഭാഗമാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. ഇതിനകത്തിരിപ്പുണ്ട്. ആമേൻ ഞാൻ ആമേൻ പ്രസംഗിക്കാൻ എടുത്തതിതാ, പക്ഷെ എന്നെ പരിശുദ്ധാത്മാവ് വേറെ റൂട്ടിൽ കൊണ്ടുപോകുക. ആമേൻ ഞാൻ ഇതാ ചിന്തിക്കുന്ന, കർത്താവേ എന്തിനാ എന്നെ നീ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ആമേൻ ഹല്ലേലൂയ. ഈ ഉപവാസത്തിന്റെ 26ാമത്തെ ദിവസം യാക്കോബുമാർ പുറത്തു വരേണ്ടതുണ്ട്. ചില യാക്കോബുമാർ അമ്മമാർക്ക് പ്രിയപ്പെട്ട യാക്കോബുമാർ ജൂഡബബ ആരാധന ശിയാംധനെ റമാന ശിയാംധന റബാല ശിയാംധനെ. ചില റബേക്കമാരുടെ നിലവിളി, ചില റാഹേലുമാരുടെ നിലവിളി റമന ശിയാംധന വൈശമന ഹദനഘടകശി അർത്ഥപ്രൗഢവന. ആമ കേൾക്കുന്നത് മുഴുവൻ റബേക്കയാ. ആമ നീ കാരണമാ, നീ കാരണമാ, നീ കാരണമാ, നീ കാരണമാ. ആമ
കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, യാക്കോബ് നിന്റെ വാഗ്ദത്തമാ, യാക്കോബ് നിന്റെ വാഗ്ദത്തമാ. ചൂടമന അന്തനാരകാനഘടക ശബ്ദനാരകൾ പ്രൗഢമന. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തിയായി യാക്കോബിനെ അവിടെ നിന്ന് എറിയപ്പെടുവാൻ ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന് വേണ്ടി ആമേൻ, ആമേൻ, യാക്കോബിലൂടെ ഒരു യാക്കോബീഠം അവിടെ പണിയേണ്ടതുണ്ട്. ആമേൻ, ആമേൻ. അന്ന് വരെ അറിയപ്പെടാത്ത ലൂസ്, ആമേൻ, അന്ന് വരെ ആമേൻ പ്രയോജനമില്ലാതെ കിടന്ന ലൂസിനെ സ്വർഗം ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ബേഥേലാക്കി മാറ്റുവാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് റിബേക്കയുടെ ആമേൻ, ആമേൻ ചിന്തയ്ക്കകത്ത്, ആമേൻ, റിബേക്കയുടെ ചിന്തയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങി. കാരണം ആമേൻ, യാക്കോബ് വാഗ്ദത്തമുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. അവനെ കയ്യിലെടുത്താലേ ആമേൻ, ആമേൻ, അമ്മ മാത്രം പറഞ്ഞാൽ പോരല്ലോ, യാക്കോബിന് കൂടെ തോന്നണ്ടേ. ആമേൻ, യാക്കോബിന് കൂടെ തോന്നണ്ടേ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ആമേൻ, ഈശോക്ക് ആമേൻ വാഗ്ദത്തത്തിൽ വന്നവനാ. ആമേൻ. അപ്പോ ആ വാഗ്ദത്തത്തിൽ നിന്ന് പുറത്തു വരുന്നതല്ല അതിനേക്കാൾ ഇരട്ടി ശക്തിയുള്ളത്. ജൂഡമന ഹതനകശിയാന്തരെ വൈഡശംദന വൈഡമന ധീമലകടകശി. നീ കണ്ണുനീരോടെ വിതച്ചിട്ടുള്ളതെല്ലാം ആമേൻ വലിയ വലിയ അത്ഭുതങ്ങളാ. നീ കണ്ണുനീരോടുകൂടെ വിതച്ചിട്ടുള്ള ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും ആമേൻ അത് വലിയ അത്ഭുതങ്ങളാ. നിന്റെ നാളെയുടെ അത്ഭുതങ്ങളാ, നിന്റെ നാളെയുടെ അത്ഭുതങ്ങളാ. വൈശമന നിന്റെ കുടുംബത്തെ അവൻ നാളത്തെ അത്ഭുതമാക്കി മാറ്റുവാൻ പോകുന്നു. നിന്റെ തലമുറയെ നാളത്തെ അത്ഭുതമാക്കി സ്വർഗം തിരഞ്ഞെടുക്കുവാൻ പോകുന്നു. ചൂടമന ഹതുനഘടക ശംധനാരകൾ പ്രൗഢവന അർത്ഥനാരകാനഘടക ശംധനാരകൾ പ്രൗഢവന. ആമേൻ, ഹല്ലേലൂയ. ചില യാക്കോബുമാരെ സ്വർഗം പുറത്തെടുക്കും. പ്രൈസ് ദി ലോർഡ്. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, കരയുന്ന റിബേക്കമാരെ, കരയുന്ന റാഹേലുമാരെ, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്തിനെ ചൊല്ലി നീ കരയുന്നു, എന്തിനെ ഓർത്ത് നീ വ്യാകുലപ്പെടുന്നു, ആമേൻ, സ്വർഗം കരയുന്ന നിന്റെ കണ്ണുനീരുകൾക്ക്, ആമേൻ, നിലവിളിക്കുന്ന നിന്റെ നിലവിളികൾക്ക് സ്വർഗം മറുപടി നൽകുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ലോകം നിന്നെ തകർക്കാൻ പദ്ധതി ഒരുക്കട്ടെ, നിന്റെ ബിസിനസിനെ തകർക്കട്ടെ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ പദ്ധതി ഒരുക്കട്ടെ, നിന്റെ തലമുറയെ തകർക്കുവാൻ പദ്ധതി ഒരുക്കട്ടെ. ലോകം മുഴുവനും നിനക്ക് വിരോധമായി വന്നാലും നീ സ്വർഗത്തിലെ അപ്പനോടൊപ്പമാണെങ്കിൽ ആമേൻ യാക്കോബിനോട് കൂടെ ഇരുന്ന സാന്നിധ്യം ചൂടവന അന്തനാറ കാലഘടക ശംധനാരകൾ കടകശി. അവൻ നിന്നെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ആമേൻ, വഴിയിൽ ഇട്ടേച്ചിട്ട് എവിടെയെങ്കിലും ഓടി ഒളിക്കുന്ന ഒരു ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. ഇസ്രായേൽ മക്കളെ വിളിച്ചു വേർതിരിച്ചു പുറത്തു കൊണ്ടുവന്നപ്പോൾ പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നി തൂണായി, മുൻപടയും പിൻപടയും അവർക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷനെ ഒരുക്കിയ ദൈവം യാക്കോബിന് വേണ്ടി അർദ്ധരാത്രിയിൽ ആമേൻ, ആമേൻ, ഹല്ലേലൂയ കൂടെ ഇരുന്ന് നടത്തിയ ദൈവം എന്നെയും നിന്നെയും പ്രശ്നത്തിനകത്ത് അകപ്പെടാതെ ആമേൻ ഇന്ന് ഫേസ് ചെയ്യുന്ന എല്ലാ കണ്ണുനീർ കടലിന്റെ അനുഭവങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആ സ്വർഗത്തിലെ അപ്പന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വൃഥാവല്ല നീ ഇതിനകത്ത് ഒഴുക്കുന്ന ആമേൻ സമയം, ആമേൻ നിന്റെ വീട്ടിലിരിക്കേണ്ട സമയം നീ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ, ആമേൻ നീ ജോലി ചെയ്തുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ആമേൻ നീ ആമേൻ വാഹനം ഓടിച്ച് ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകർച്ചയുടെ അങ്ങേയറ്റം ആമേൻ, ഹല്ലേലൂയ, ഇനി മരണം മതി എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്തും ആമേൻ, ഹല്ലേലൂയ, നിന്റെ മേൽ വാഗ്ദത്തമുള്ളതാണോ? ആമേൻ. ഞാൻ പറയട്ടെ, നീ യാക്കോബ. പ്രൈസ് ദി ലോർഡ്. നീ യാക്കോബ, നീ യാക്കോബ. ആമേൻ, നീ യാക്കോബ. എന്നോട് കർത്താവ് അങ്ങനെ തന്നെ പറയുവാൻ പറയുന്നു. യാക്കോബ, യാക്കോബുമാർ പുറത്തു വരുവാൻ പോകുന്നു. ഞാൻ വിശ്വാസത്തോടെ പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, ചിലരൊക്കെ എന്നോട് പറയും, സിസ്റ്ററേ എൻ്റെ തലമുറ യാക്കോബ. ആമേൻ, എൻ്റെ തലമുറ യാക്കോബ. ചിലതിൻ്റെയൊക്കെ മടങ്ങി വരവ്, ചിലതിൻ്റെയൊക്കെ മടങ്ങി വരവ്. ഓ റമന ശിയാംദന വൈഡമന ദുരാജകൾ ഘടകരകടകടകശിയ. ചിലതിൻ്റെ മടങ്ങി വരവ് സ്വർഗം ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. ചിലതൊക്കെ ആമേൻ തലയണയും വെച്ച് കിടന്നുറങ്ങുന്നുണ്ട്. സ്വർഗം പറയുക, ചില റൂമുകളൊക്കെ ആമേൻ, ആമേൻ, ആമേൻ തലയണയൊക്കെ കല്ല. ഓ ജൂഡമ ഹതനകശിയ അൽകപ്രൗഢപരകതനകടകശി. എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുവാൻ പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. രാജ്യത്തിന്റെ ഏതോ കോണിനകത്ത് ആമേൻ നിന്റെ തലമുറ ഒരു റൂമിനകത്ത് ആമേൻ ഒരു തലയണയും ആമേൻ, ആമേൻ ഒരു ബെഡുമുണ്ട്. ആമേൻ, മാസ
മാസങ്ങൾ കഴിഞ്ഞു. ആമേൻ. ഭവനം വിട്ട് പുറത്തിറങ്ങിയിട്ട് അവൻ എന്താ വിഷയമൊന്നും നിനക്കറിയത്തില്ല. അവൻ മോനോട് ചോദിക്കുമ്പോൾ പറയും, അവൻ നാളെയാകട്ടെ മറ്റന്നെയാകട്ടെ, അവൻ എനിക്ക് കുറച്ച് ദിവസം ഈ റൂമിനകത്തിരിക്കണം. ഡിപ്രഷൻ ഡിപ്രഷൻ ഡിപ്രഷൻ. അവൻ ഇന്ന് അവൻ പരിശുദ്ധാത്മ പറയുന്നു, അവൻ കാര്യം അറിയാതെ നീ കരയുന്നുണ്ട് മാതാവേ, നിന്റെ കണ്ണുനീരിനെ അവൻ തുടയ്ക്കുന്നുണ്ട്. അവൻ യാക്കോബ് അവൻ ചില കല്ലുകളെ, അവൻ ചില തലയണകളെ സ്വർഗം അവൻ ബദലാക്കി മാറ്റുവാൻ പോകുന്നു. ആ കിടക്കുന്ന റൂമുകളെ സ്വർഗം ബദലാക്കി മാറ്റുവാൻ പോകുന്നു. ചൂടമന അന്തരഘടക ശബ്ദനാരകൾ കടകശി ചിന്തകളിലൂടെ ഡിപ്രഷനിലേക്ക് അടിമപ്പെട്ടു പോയ ചില സഹോദരന്മാർ എന്നോട് അങ്ങനെ തന്നെ പറയുവാൻ പറയുന്നു. ചില സഹോദരന്മാർ ആമേൻ ഹല്ലേലൂയ സ്വർഗം പുറത്തെടുക്കുവാൻ പോകുകയാ. ചൂടമന ഹതനഘടക ശബ്ദനാരകൾ പ്രൗഢവന ദീപലഘടക ശബ്ദനാരകൾ കടകശി ജീവിതത്തിന്റെ തകർച്ചയുടെ അങ്ങേയറ്റം പടുകുഴിയിൽ നാശകരമായ കുഴിയിൽ കിടക്കുന്ന നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് ഇപ്രകാരം ദൂത് വിളിച്ചു പറയുന്നു, എനിക്ക് കഴിയാത്തതായ ഒരു കാര്യവും ഇല്ലേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ ജീവിതത്തിനകത്ത് ആമേൻ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പറ്റാത്തതായി ഒന്നും ഇല്ലേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ദിവസങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ചില തീരുമാനങ്ങൾ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. യാക്കോബ് പറഞ്ഞത് ഇതാ, ഞാൻ തിരികെ മടങ്ങി വരുമ്പോൾ ഈ കല്ലായിട്ടിരിക്കുന്നതിനെ ആമേൻ ഞാൻ യാഗപീഠം പണിതോളാം, ഇവിടെ ഒരു ആലയമാക്കി തീർത്തോളാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ കുറെ ആമേൻ എക്സ്പ്ലനേഷൻ യാക്കോബ് കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെയും യാക്കോബ് വിശ്വസ്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എടുത്ത തീരുമാനത്തിനകത്ത് വിശ്വസ്തതയ്ക്കാണോ എന്ന് ആമേൻ ഇന്ന് വൈകിയ വേളയിൽ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ ആമേൻ ആമേൻ ചോദിച്ച് പലതും മേടിച്ചു. ആമേൻ ആമേൻ ഹല്ലേലൂയ. ആമേൻ ദൈവത്തിന് വേണ്ടി ഇപ്പൊ ചത്തുകളയും ഇപ്പോൾ നിന്നുകളയും എന്നൊക്കെ തീരുമാനമെടുത്തു. പക്ഷേ ആമേൻ ഇപ്പം നാശത്തിന്റെ പടുകുഴിയിൽ കിടന്ന് അവിടെ കിടന്ന് വിളിക്കുക, ആരെങ്കിലും ഒന്ന് കരം പിടിച്ചെങ്കിൽ, ആമേൻ ആരെങ്കിലും ഒന്ന് കരം പിടിച്ചുവെങ്കിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവേൻ. ആമേൻ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനോടൊപ്പം പറ്റിച്ചേർന്നിരുന്ന നീ പോകുന്നത് ഏത് സ്ഥാനമായിരുന്നാലും മദ്യം നിനക്ക് ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ലേ? ആമേൻ. നീ ആമേൻ മദ്യശാലയിൽ ചെന്നിരുന്ന് കര, അവിടെ ഇരുന്ന് നീ പ്രാർത്ഥിക്കുക, എനിക്ക് മാറ്റുവാൻ കഴിയുന്നില്ലപ്പാ, എനിക്ക് മാറുവാൻ കഴിയുന്നില്ല, എനിക്ക് ആമേൻ ഡ്രഗ്സ് ഉപയോഗിക്കാതിരിക്കുവാൻ കഴിയുന്നില്ല, എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. ദൈവമേ, നിനക്ക് എൻ്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുവാൻ കഴിയുമോ? ആമേൻ ഹല്ലേലൂയ. ആമേൻ. യാക്കോബ് ഓടിയത് ആമേൻ ജ്യേഷ്ഠൻ കൊന്നുകളയുമെന്നുള്ള ഭയത്തില്. കാരണം ആമേൻ ആമേൻ 100-ൽ ആമേൻ ഏകദേശം 98% അനുഗ്രഹങ്ങളും ആമേൻ യാക്കോബിന്റെ കയ്യിലായി പോയി, യാക്കോബിന്റെ തലമേലായി പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെയും ജ്യേഷ്ഠൻ കൊന്നുകളയാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ഇറങ്ങിത്തിരിച്ച യാക്കോബ്, നീ പ്രാർത്ഥിക്കുമെങ്കിൽ നീ ഇന്ന് ഫേസ് ചെയ്യുന്ന ആ നാറ്റക്കേസിനകത്തും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറയുവാൻ പറയുന്നു, നീ ഫേസ് ചെയ്യുന്ന ആ നാറ്റക്കേസിനകത്തേക്ക് ദൈവത്തിന് ഇറങ്ങി വന്ന് നിന്നെ ആ കേസിനകത്തു നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. ചൂടമന അന്തരഘടക ശബ്ദനാരകൾ പ്രൗഢവന അത്തലഘടക ശബ്ദനാരകൾ പ്രൗഢവന. ഇന്ന് വൈകുന്നേരം നിനക്കൊന്ന് സമർപ്പിക്കുവാൻ മനസ്സുണ്ടോ? നിനക്കൊന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാൻ മനസ്സുണ്ടോ? നീ ആയിരിക്കുന്ന പ്രശ്നത്തിനകത്തു നിന്ന് സ്വർഗം നിന്നെ പുറത്തു കൊണ്ടുവരും. അവൻ ദൈവത്തിന് കഴിയാത്തതായി, അവൻ അസാധ്യമായിട്ട്, അവന് ആമേൻ ആമേൻ കൊള്ളാൻ പറ്റാത്തതാക്കിയിട്ട് ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ പണിതുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ പണിതുകൊണ്ടിരിക്കുക. ചിലതിൻ്റെയൊക്കെ ഉള്ളിനകത്ത് സ്വസ്ഥതയൊന്നുമില്ല. സ്വസ്ഥത പോയിട്ട് ഏകദേശം 2 ആഴ്ചത്തോളമായി. ചിലതിന് ഉറക്കം പോലും ഇല്ല. ആമേൻ ആമേൻ. വീടിനുള്ളിലും റൂമിനുള്ളിലും 4 ചുറ്റും ഒരു ഭ്രാന്തിയെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ ചിലതൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ചിന്തിച്ചോളണം, പിശാചിന്റെ അടിസ്ഥാനം കുലുങ്ങിയിട്ടുണ്ട്. പിശാചിന്റെ അടിസ്ഥാനം കുലുങ്ങിയിട്ടുണ്ട്. ആമേൻ. റിബേക്കമാരെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആമേൻ. വാഗ്ദത്തം പുറത്തു വരുവാൻ സമയമായി. വാഗ്ദത്തം പുറത്തു വരുവാൻ സമയമായി. വൈഡ ഹതനക സിയാംതന. ആമേൻ. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. യഹോവയ്ക്ക് കഴിയാത്ത, അവന് ആമേൻ
കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ആമേൻ. നിന്റെ ഭാരം യഹോവയുടെ മേലൊന്ന് സമർപ്പിക്കുവാൻ തയ്യാറാക്. നിന്റെ ആവശ്യത്തെ ദൈവകരങ്ങളിലൊന്ന് സമർപ്പിച്ചു കരയുവാൻ തുടങ്ങ്. എനിക്കൊരു ജോലി ആവശ്യമാണ്, എന്നും എനിക്ക് വല്ലവന്റെയും കീഴിൽ കിടക്കാനല്ല, എനിക്ക് എന്തെങ്കിലും ആയി തീരണം. നീ കരയുമെങ്കിൽ, നീ പ്രാർത്ഥിക്കുമെങ്കിൽ, നീ ചെയ്യുന്നിടം ആമേൻ വിജയിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നും ദാരിദ്ര്യം, എന്നും കഷ്ടത, എന്നും ആമേൻ വേദന, എന്നും ഭർത്താവിന്റെ അടി, എന്നും നിന്ന കേക്കല്, എന്നും പരിഹാസം, എന്നും ഒറ്റപ്പെടൽ, എന്നും കോടതിയിൽ കയറി ഇറങ്ങി മടുത്തു. ആമേൻ. മക്കളെ കാണണമെങ്കിൽ കോടതിയിൽ പോണോ? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഡിവോഴ്സിന് വേണ്ടി കൊടുത്തു മടുത്തു കയറി ഇറങ്ങുന്ന ആമേൻ ആമേൻ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നിന്റെ കുടുംബത്തെ സ്വർഗം കാണുന്നുണ്ടോ? ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അടുത്ത മാസം നീ കോടതി റൂമിൽ പോകുന്നത് നിന്റെ മക്കളെ കാണുവാൻ വേണ്ടിയല്ല, നിന്റെ ഭാര്യയോടൊപ്പം, നിന്റെ മക്കളോടൊപ്പം ഒരു വീട്ടിൽ താമസിക്കത്തക്ക രീതിയിൽ നിന്റെ കുടുംബത്തിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് വൈഷമന അന്ധനാറ കാലഘടക ശംധരകടകസി സ്വർഗം അത് ചെയ്യുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ പറ, അതങ്ങനെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ പറ, അതെന്റെ കുടുംബത്തിനകത്ത് അങ്ങനെ തന്നെ സംഭവിക്കും. മനുഷ്യൻ തള്ളിയതിനെ, ലോകം തള്ളിയതിനെ ആമേൻ ആമേൻ ദൈവത്തിന് ആവശ്യമുണ്ട്. ആമേൻ. ഒളിച്ചും പത്തും പതുങ്ങിയും ദൈവത്തെ ആരാധിച്ചതും മതിയെന്ന് ചില വിരലിൽ ഉണ്ടാകുന്ന മാസങ്ങൾ കഴിയുമ്പോൾ, എനിക്കറിയത്തില്ല, വരുന്ന 6 മാസത്തിനകം ആമേൻ നിന്റെ ഒളിച്ചുള്ള പോക്കുവരകളെ സ്വർഗം മാറ്റി ആമേൻ നിന്റെ കുടുംബത്തോടൊപ്പം, ആമേൻ നിന്റെ കുടുംബത്തോടൊപ്പം സ്വർഗം നിന്നെ ഇതിനകത്ത് കയറ്റാൻ പോവുകയാ. വിശ്വാസത്തോടെ പറ, അതങ്ങനെ തന്നെ സംഭവിക്കും. ചൂടമന ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തയ്യാറാണോ? അപ്പാ, നിന്നെ കരങ്ങളിൽ എന്നെ ഏൽപ്പിക്കുന്നു കർത്താവേ. ആമേൻ. ഞാൻ പോകുന്ന എൻ്റെ യാത്രകളിൽ, ഞാൻ ചെയ്യുന്ന എൻ്റെ ആമേൻ പ്രവർത്തന മേഖലകളിൽ, ആമേൻ ഹാല, എൻ്റെ ബിസിനസ്സിന്മേൽ, എൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേൽ, ആമേൻ ഹാല, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകൾക്കകത്തും, എൻ്റെ മിനിസ്ട്രിക്കകത്ത് അപ്പം നിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരണമേ. ഞാൻ അപ്പനോടൊപ്പം ചേർന്നായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവത്തിന് കഴിയാത്തതായി യാതൊന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗമേ, നീ എന്നെ അങ്ങ് പണിയണമേ കർത്താവേ. ഒന്ന് സമർപ്പിച്ചാട്ടെ. ആമേൻ ഹാല. ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ എഴുന്നേൽക്കുവാൻ കഴിയുന്നവർ, ആമേൻ ഹാല, മിനിറ്റുകൾ കൂടി നമ്മൾ എഴുന്നേറ്റ് നിന്ന് നല്ല കർത്താവിനെ സ്തുതിക്കുവാൻ പോകുന്നു. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എനിക്ക് വേണ്ടി നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ കർത്താവേ. ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണീരുകളെ മാറ്റി, വേദനകളെ മാറ്റി, പ്രശ്നങ്ങളെ മാറ്റി, പ്രതിസന്ധികളെ മാറ്റി, ദൈവത്തിന്റെ വാഗ്ദത്തം ഈ ജനത്തിന്റെ മേൽ അങ്ങ് നൽകുന്നതിനായി സ്തോത്രം. കരയുന്ന റിബേക്കമാർക്കായി സ്തോത്രം, റാഹേൽമാർക്കായി സ്തോത്രം. തലമുറകൾ പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. തലമുറകൾ പുറത്തു വരട്ടെ. ദൈവപ്രവൃത്തി സ്വർഗം അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും, ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.